നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു ഇന്ന്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത് രതീഷ് പുറത്തായോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനാണത് പുറത്ത് വിടുന്നത്. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം യവിഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം എക്സ്ക്ലൂസീവായിട്ട് പുറത്തു വിടുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഒരു സോഴ്സ് നമുക്കുള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാർത്തകൾ നേരിട്ട് നമ്മൾ പുറത്തു വിടുന്നത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് അതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. ഈ പ്രാവശ്യവും എനിക്ക് ഈ പറയുന്ന ഇപ്പൊ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, എനിക്ക് രതീഷ് പുറത്തായില്ലയോ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണോ എന്ന് ഞാനും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഇതുവരെക്കായിട്ടും അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ഇതുവരെക്കായിട്ടും എനിക്ക് തെറ്റിയിട്ടേ ഇല്ല. എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നു, ഞാൻ തന്നെ ഞെട്ടി. കാരണം രതീഷ് പുറത്തോ, അങ്ങനെ ഒരിക്കലും രതീഷ് പുറത്താവാനുള്ള ഒരു ചാൻസും ഇല്ല. ഞാൻ കരുതിയത് സുരേഷ് ആയിരിക്കും പുറത്തായത് എന്നുള്ളതാണ്. ഞാൻ ഉടനെ വീഡിയോ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയ സംശയം, ഇനി അവർ പറഞ്ഞ പേര് മാറിപ്പോയതാണോ, ഇനി സുരേഷിനെ അവരെടുത്ത് രതീഷ് എന്ന് പറഞ്ഞതാണോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്, പറഞ്ഞതല്ല പിന്നെ രതീഷ് അതായത് ഉണ്ട രതീഷാണ് പുറത്തായത് എന്നിങ്ങനെ പറഞ്ഞു. പറഞ്ഞു ഓക്കെ, എങ്ങനെ പുറത്തായതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം പറയുന്ന വൈൽഡ് കാർഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ രതീഷ് പുറത്തായി എന്നുള്ളതാണ്. ഞാനിപ്പോഴും 100% ഞാൻ വിശ്വസിക്കുകയാണ് രതീഷ് പുറത്തായി എന്നുള്ളത്. എങ്കിലും എന്റെ ഉള്ളില് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതുവരെയായിട്ട് തെറ്റിയിട്ടില്ല. എന്റെ സോഴ്സ് ഞാൻ വേറെ ഏതെങ്കിലും സോഴ്സ് വഴിയാണ് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു സംശയം പറഞ്ഞേനെ ഇവിടെ. പക്ഷെ എനിക്ക് ഈ കിട്ടുന്ന സോഴ്സ് എനിക്ക് ഇതുവരെയായിട്ടും അതൊരു 2-3 കൊല്ലം കൊണ്ട് കിട്ടുന്നില്ല. ഏറ്റവും മുന്നേ നമുക്ക് ഈ പറയുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതൊരിക്കലും തെറ്റുന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രതീഷ് പുറത്തായി എന്നുള്ളത് കൺഫേം ആണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ രതീഷ് ഒരിക്കലും വോട്ടിന്റെ രീതിയിൽ പുറത്താകത്തില്ല അല്ലേ. രതീഷ് എന്തായാലും വോട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് ഈ പറയുന്ന അൺഒഫീഷ്യൽ പോൾ ആയിക്കോട്ടെ, ഈ പറയുന്ന യൂട്യൂബ് പോൾ ആയിക്കോട്ടെ, എല്ലാത്തിലും രതീഷിന് ഇപ്പൊ കുറച്ച് സപ്പോർട്ടുകൾ കയറി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സുരേഷ് കൂടെ ഉള്ളത് കൊണ്ട് സുരേഷിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടെന്നും സുരേഷായിരിക്കും ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കും ചിലപ്പം ഈ പറയുന്ന പിന്നെ എവിക്ട് ആക്കിയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ പുറത്താക്കിയതായിരിക്കും. കാരണം ഇവൻ കുറച്ച് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കും അവൻ അതിനെക്കുറിച്ച് പുറത്ത് പോകണമെന്ന് അങ്ങനെയൊന്നും സംഭവിക്കുന്നു. അപ്പൊ വേറെ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് വോട്ടിൽ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പൊ എന്തായാലും രതീഷ് പുറത്തായി എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടുന്ന പിന്നീട് അപ്ഡേറ്റ്. ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ കയറിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അങ്ങനെ കയറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പൊളിച്ചടിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞത് അത് റോക്കി ആണെന്ന് ഞാൻ പറയും. മനസ്സിലായോ? റോക്കി ഇന്ന് പൊളിച്ചടിക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ നിങ്ങളെ പിന്നെ ഈ പറയുന്ന പ്രേക്ഷകർ നിങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങൾ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ഇടാൻ പറഞ്ഞ ഓരോരുത്തരായിട്ട് ഹീറോ പിന്നെ സൂപ്പർ സ്റ്റാർ 0 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നു. നമ്മൾ രതീഷ് മാത്രം 0 ആക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് തനിയെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ മാറി നിൽക്കണം, എപ്പോഴും ഞാനൊരു ശ്രദ്ധാകേന്ദ്രമാകണം എന്ന് ചിന്തിക്കുന്ന രതീഷ് അവിടെ 0 വെച്ചു. ഞാൻ മനസ്സിൽ കരുതിയാണ് അവൻ 0 വെക്കത്തുള്ളൂ എന്ന്. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഗബ്രി വന്ന് വെക്കുന്ന ഹീറോയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിച്ച് കൈയടിക്കുമ്പോൾ ഈ പറയുന്ന ചങ്കൂട്ടത്തോടെ ഏച്ചെന്ന് പറയാൻ സാധിച്ചത്, ഏച്ചെന്ന് പറഞ്ഞത് ഒരേ ഒരാളാണ്. അത് ഈ പറയുന്ന ആരാണ്? നമ്മുടെ റോക്കിയാണ്. റോക്കി പറഞ്ഞ ഇന്ന് വിശക്കുന്നവൻ അന്നം നിഷേധിക്കുന്നവൻ ഒരിക്കലും ഹീറോയല്ല, അവൻ 0 കറക്റ്റാണ്, കറക്റ്റ് പോയിന്റാണ്. ഞാനിവിടെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറയുന്ന പവർ ടീമുകൾ എപ്പോഴും ഈ പറയുന്ന ഒരുത്തന്റെ അന്നം നിഷേധിച്ചുകൊണ്ടല്ല പവർ കാണിക്കാനുള്ളത്. മനസ്സിലായോ? ഒരുത്തൻ നിനക്ക് ആഹാരം തരുന്നത്. അതിപ്പം ഈ പറയുന്ന രതീഷ്, ഈ പറയുന്ന ഗബ്രി ആയിക്കോട്ടെ, നമ്മുടെ ആരാണ് സീരേഹ ആയിക്കോട്ടെ, ഇവര് നിരന്തരം ഇതാ ചെയ്യുന്നത്. നിനക്കൊന്നും ആഹാരമില്ല, നിനക്കൊന്നും ഉച്ചയ്ക്ക് തരില്ല. ഈ പറഞ്ഞ ഗബ്രി ആണെങ്കിൽ എന്തോ പേഴ്സണൽ റിവഞ്ച് പോലെ ആരെ ബേക്കിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ നോറയുടെ ബേക്കിൽ നടന്ന് നിനക്ക് ആഹാരം തരത്തില്ല എന്ന് പറയുന്നുണ്ട്. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പകുതി വെച്ച് എന്ത് ചെയ്യുന്നു, അവിടെ ഹണ്ണിച്ചുകൊണ്ട് ഈ ആഹാരം കഴിക്കേണ്ട നിർത്തടി എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന നമ്മളാരെല്ലാം 5 പേരെടുത്ത് വെള്ളം കൊണ്ടുപോവാ എന്നുള്ള രീതിയിൽ അതൊക്കെ പോയിന്റായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെ, അവിടെ നിന്നുകൊണ്ട് ഒരു വേലക്കാരിയെ പോലെ ആരെടുത്ത് പെരുമാറി, ഈ പറയുന്ന 5 പേരെടുത്ത് നീ പെരുമാറി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുകയും അങ്ങനെ അന്നം നിഷേധിക്കുന്നവൻ ഒരിക്കലും ഹീറോ അല്ല, നീ 0 ആണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് എന്ന് കാണിച്ചത് റോക്കിയാണ്. അതുകൊണ്ട് ഇന്നത്തെ സ്റ്റാർ ഞാൻ റോക്കി എന്ന് പറയും. മനസ്സിലായി? ഇന്നത്തെ സ്റ്റാർ ഞാൻ റോക്കി എന്നേ പറയത്തുള്ളൂ, അതിന് വേറെ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ഷിജയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ലാലേട്ടന്റെ കേസ് പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഹീറോ ആയിട്ടാണ് വന്നത്, ഞാൻ ഇനി സൂപ്പർ സ്റ്റാർ ആവണേ, നമ്മുടെ പ്രയത്നം കൊണ്ടാവണം പറയാം. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഇവർ ഇതൊന്നും ആയിരിക്കില്ല പറയില്ലേ എന്നുള്ളതാണ്. പറയാനുള്ളത് ഇങ്ങനെയായിരുന്നു. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതായത് എനിക്കിതൊന്നുമല്ല, ഞാൻ ഹീറോയുമല്ല 0യുമല്ല സൂപ്പർ സ്റ്റാറുമല്ല. എനിക്ക് മറ്റൊരു പദമാണ് കൊള്ളാം, തീരത്തിറക്കില്ല, നോട്ട് ബാഡ് എന്നുള്ള ഒരു പദമാണ് എനിക്ക് പിന്നീട് യോജിച്ചത്
ഞാൻ ഹീറോയുമല്ല സീറോയുമല്ല സൂപ്പർ സ്റ്റാറുമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ 3 ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയേനെ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ ലാലേട്ടന്റെ സംഭവം. ലാലേട്ടൻ ഇത്തിരി കലിപ്പിൽ തന്നെയാണ് വന്നത്. എല്ലാവരെയും ഈ പറഞ്ഞുള്ള കുറച്ച് വെച്ചാൽ നിങ്ങൾ ഈ ഒരാഴ്ചയെ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് അന്യോന്യം തിരിച്ച് പരസ്പരം നിങ്ങൾ ആരെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ എന്തിന് കിടന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നു, എന്തിന് നിങ്ങളുടെ തൊണ്ടയുടെ വെള്ളം കളയുന്നു, എന്തിന് ഈ തൊണ്ടയ്ക്ക് ഇത്ര സ്ട്രെയിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെടുത്ത് ഫയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞത് റോക്കിക്ക് ഒന്നും അറിഞ്ഞൂടാ. റോക്കി എന്ന് പറയാം, ഇവിടെ നീ എന്ത് എഡ്യൂക്കേഷനാണ് കൊടുത്ത് നീ അവിടെ ഇരുന്നു എന്ന് റോക്കി എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ രതീഷിന്റെ അടുത്ത് പിന്നെ നമുക്ക് കണ്ടല്ലോ, രതീഷ് പറഞ്ഞു അത് നമ്മൾ മഞ്ഞുവിനെ മനസ്സിലാക്കി, നീ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നീ എന്ത് കാരണത്തിനാണ് ഇത്രയും ഇമോഷണൽ ആയത്, അവൻ പിന്നെ ഈ പറഞ്ഞ സിഗരറ്റ് കത്തി ഇവിടുത്തെ വീട് കത്തിപ്പോകും എന്നുള്ളതൊക്കെ അതിനൊക്കെ സമാധാനത്തിൽ പോയി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് നിനക്ക് സമാധാനത്തിൽ പോയി പറഞ്ഞു, ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പിന്നെ രതീഷിന് നല്ല രീതിയിൽ ഫയർ വന്നു. രതീഷിനോട് ഒരു നല്ലൊരു ദേഷ്യം ലാലേട്ടന് ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചില്ലേ. രതീഷിനോട് നല്ലൊരു ദേഷ്യമുണ്ട്. അവൻ എന്തെങ്കിലും കാണത്തിന് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നീ പൊക്കോ എന്ന് പറയാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അവിടെ ആരും നിൽക്കുന്നത്, ഈ പറയുന്ന ലാലേട്ടൻ നിൽക്കുന്നത് അല്ലേ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ പറയുന്ന രതീഷ് എന്തെങ്കിലും സോറി ലാലേട്ട എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ പോകാൻ തയ്യാറാണ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ശരി നീ പാക്ക് ചെയ്തോ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അത് നമ്മുടെ ലാലേട്ടൻ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ രതീഷ് അവിടെ ഞാൻ പോവില്ലായിരുന്നു, ഞാൻ ഒരു പെട്ടി എടുത്തും പോയി, പിന്നെ തിരിച്ചു വരാനും വയ്യ എന്നുള്ള രീതിയിലൊക്കെ രതീഷ് കിടന്ന് എന്ത് ചെയ്തു, അങ്ങനെ കിടന്ന് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊന്നും ചാടുന്നുണ്ട്. അപ്പൊ എന്തായാലും രതീഷിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്കിക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആരാണ് ജാൻമണിക്കും വഴക്ക് കൊടുത്തു. ജാൻമണി സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ, ലൈറ്റർ ഇല്ലെങ്കിൽ, പിന്നെ സിഗരറ്റ് ലാമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലാതെ അവിടെ നിന്ന് കത്തിച്ചു പോവുകയല്ല വേണ്ടത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജാൻമണിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും നിങ്ങൾ എന്താണ് ബിഗ് ബോസിനെ കുറിച്ച് അറിഞ്ഞത്, നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച് എന്ത് തേങ്ങ അറിയാമെന്ന് ഇതിൽ പലർക്കും അറിയത്തില്ല. ഈ പറയുന്ന സിജോ പറഞ്ഞു ഇതൊരു സർവൈവൽ ഗെയിമാണ്. സത്യമാണ്, ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഇത് നമ്മൾ സർവൈവ് ചെയ്യുക, അതിനോടൊപ്പം എഡ്യൂക്കേഷനും എന്റർടൈനും ചെയ്തുകൊണ്ട് സർവൈവ് ചെയ്യുക. മനസ്സിലായോ? ഒരു മെന്റൽ ഗെയിമും കൂടിയാണ്, ഒരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഗെയിമും കൂടിയാണ്. മനസ്സിലായോ? അല്ലാതെ കോമാളിയായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായി ഫൈറ്റ് ഉണ്ടാക്കി കണ്ടന്റിന് വേണ്ടി ഈ പറയുന്ന രതീഷ് നമ്മുടെ ഉണ്ടാക്കും പോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരൊന്നുമില്ല, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവൻ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇവന് ജെന്യൂൻ ആയിട്ട് വരുന്ന ഫൈറ്റ് ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇത് കൂടി വരുമ്പോൾ ചുമ്മാ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വന്ന് 2 ദിവസം കൊണ്ട് ഫൈറ്റ് ഉണ്ടാവുന്നു, 2-3 അന്ന് ലവ് കോംബോ ഉണ്ടാവുന്നു. ഈ പറയുന്ന ജാസ്മിൻ ആയിക്കോട്ടെ, ഈ പറയുന്ന ഗബ്രി ആയിക്കോട്ടെ, 4 ദിവസം കൊണ്ട് ഭയങ്കര ലവ് കോംബോ, അവർക്ക് പോസിറ്റീവ്നെസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഷിജോരെ ഷർട്ട് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഉടക്കാൻ നമുക്ക് വേറൊരു വീഡിയോ ആണ്. ഷിജോരെ ഷർട്ട് എടുത്തുകൊണ്ട് പോയെന്നോ, അതുകൊണ്ട് ഗബ്രി ഈ പറയുന്ന ജാസ്മിനോട് ഉടക്കി നിൽക്കുന്നോ, അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോ വീണ്ടും പറയുന്നത് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ 100% ഉറച്ചു നിൽക്കുന്നത് രതീഷ് തന്നെയാണ് പുറത്തായത്. എന്തായാലും നാളെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഇപ്പോഴും ഞാൻ പറയുന്നത് രതീഷാണ് പുറത്തായത്. നമുക്ക് കണ്ടു തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നേരത്തെ കൂട്ടി അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.